നിർധനരായ രോഗികൾക്ക് കരുതലായി പള്ളുരുത്തിയിലെ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ. സെൻട്രൽ മണ്ഡലം സെക്രട്ടറി അമീറിന്റെ ചികിത്സയ്ക്കും പാതിവഴിയിൽ സ്വപ്നം നിലച്ചുപോയ കച്ചേരിപ്പടി സ്വദേശിനി ഷെർലിയുടെ ഭവനത്തിന്റെ പൂർത്തീകരണത്തിനും വേണ്ടിയാണ് അമീർ ഷെർലി സഹായനിധിക്ക് തുടക്കം കുറിച്ചത്. താങ്ങായി, തണലായി, കരുതലായി പള്ളുരുത്തിയിലെ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് അമീർ ഷെർലി സഹായനിധിക്കാണ് തുടക്കം കുറിച്ചത്. ഒരു വശം തളർന്നു കിടപ്പിലായ പള്ളുരുത്തി സെൻട്രൽ മണ്ഡലം സെക്രട്ടറി അമീറിന്റെ ചികിത്സയ്ക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം പാതിവഴിയിൽ നിലച്ചുപോയ കച്ചേരിപ്പടി സ്വദേശി ഷെർലിയുടെ ഭവനത്തിന്റെ പൂർത്തീകരണത്തിനും വേണ്ടി ബിരിയാണി ചലഞ്ചിലൂടെ ഫണ്ട് കണ്ടെത്താനുള്ള പള്ളുരുത്തിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മ ആരംഭിച്ചു. ബിരിയാണി ചലഞ്ച് ആദ്യ കൂപ്പണിന്റെ വിതരണോദ്ഘാടനം MLA കെ ബാബു കെ മുഹമ്മദ് അഷ്റഫിന് നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചു. ഇതുപോലെ ധാരാളം ചലഞ്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ നിസ്സഹായരായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ, ഫണ്ട് പിരിക്കാൻ വളരെ താല്പര്യമെടുത്തിട്ടുള്ള ഒരു പ്രദേശമാണ്. മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പള്ളുരുത്തി പ്രദേശത്തെ ആളുകൾ ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതായി മുൻകാലങ്ങളിലെ അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു പ്രദേശത്തും ഇത്രയേറെ കാരുണ്യപരമായ നിലപാട് പ്രതികരണം ആളുകളുടെ ഭാഗത്തും ഉണ്ടാകാറില്ല. സെന്റ് ജോസഫ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് കൂട്ടായ്മ നേതൃത്വം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ, DCC സെക്രട്ടറി NR ശ്രീകുമാർ, പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ NP മുരളീധരൻ, PP ജേക്കബ്, AJ ജെയിംസ്, ഷിജു ചിറ്റേപ്പള്ളി, VF ഏണസ്റ്റ്, സന്തോഷ് ആലുംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചലഞ്ചുകൾ വിജയിക്കുകയുള്ളൂ. എനിക്കൊരു ചെറിയ സ്വകാര്യ അഹങ്കാരമുണ്ട് എപ്പോഴും ചലഞ്ചുകളുമായി ബന്ധപ്പെട്ട്. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ബിരിയാണി ചലഞ്ച് അത് പള്ളുരുത്തിയാണ് സാക്ഷ്യം വഹിച്ചത്. അതായത് 19,000 ബിരിയാണി, 38 ലക്ഷം രൂപ. അതിൻ്റെ ട്രഷററായിരുന്നു ഇവിടെ ഇരിക്കുന്ന AJ ജെയിംസ്. 2 കിഡ്നി രോഗികൾക്ക് 19 ലക്ഷം വീതം ഡിവൈഡ് ചെയ്ത് നടത്തിയപ്പോൾ അതിൻ്റെ റെക്കോർഡ് നമുക്കാണ്. BS ബിജു ആയിരുന്നു ചെയർമാൻ, ഞാൻ കൺവീനർ. വ്യത്യസ്ത രാഷ്ട്രീയമാണെങ്കിലും ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടായിരുന്നു അതിനകത്ത്. ഇതൊരു നല്ല ഒരു ദിവസമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഒരാൾക്ക് അസുഖം വരുന്നത് അത്ര നല്ല കാര്യമല്ല. ഒരാൾ ആരോഗ്യവാനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾക്ക് അസുഖം വരുന്ന സമയത്ത് അയാളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് വളരെ മഹത്തായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന്. അന്ന് പാർട്ടികളില്ലായിരുന്നുകൊണ്ടായിരിക്കാം പാർട്ടി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയായിരുന്നു. അപ്പോൾ അത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതും കൂടി പറയുമായിരുന്നു അദ്ദേഹം. ഹൃദയ സംബന്ധമായ വാൽവിന്റെ അസുഖത്തെ തുടർന്ന് വാൽവ് മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ ഉടനടി ആവശ്യമുള്ളത് കൊണ്ട് ആമിന്റെ ഭാര്യയ്ക്കാണ് ഈ സഹായനിധി തുടങ്ങിയതെങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിനിടയ്ക്കാണ് തികച്ചും നിർഭാഗ്യകരമായി പ്രിയപ്പെട്ട ആമീന് പെട്ടെന്ന് ആകസ്മികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വശം തളർന്നുപോയി, പാരലിസിസ് ആയി പോയി. അദ്ദേഹത്തിന് വലിയൊരു ചികിത്സ വേണ്ടി വന്നിരിക്കുന്ന വലിയൊരു സാഹചര്യമാണ്. കച്ചേരിപ്പടിയിലുള്ള ഷേളി ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ്. ഷേളിയുടെ ഭവനത്തിന്റെ വർക്ക് തുടങ്ങിയെങ്കിലും ഏതാണ്ട് 70-75% വർക്ക് പൂർത്തീകരിച്ചെങ്കിലും തുടർന്ന് അങ്ങോട്ട് പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നിലച്ചുപോയ ഒരു രീതിയിലാണ് അവരുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ PR വെങ്കിട്ടരാമൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു. മെയ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കച്ചേരിപ്പടി സെന്റ് തോമസ് മൂർ പാരിഷ് ഹാളിലാണ് ക്ലാസ്. രജിസ്ട്രേഷനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.